പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ എല്ലാ പ്രാവശ്യവും നമ്മളുടെ എക്സാമിന് ചോദിക്കാറുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ എന്താണ് ലാറ്റന്റ് ഹീറ്റ്, ഏതൊക്കെ തരത്തിലാണ് ലാറ്റന്റ് ഹീറ്റ്സ് ഉള്ളത് എന്നുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താണ് ലാറ്റന്റ് ഹീറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ഒരു സോളിഡിനെ നമുക്ക് ലിക്വിഡ് ആക്കി മാറ്റാൻ പറ്റും, ലിക്വിഡിനെ നമുക്ക് വേപ്പർ ആക്കി മാറ്റാൻ പറ്റും അല്ലേ, ഓരോ സ്റ്റേറ്റിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ലിക്വിഡിനെ നമ്മൾ ഗ്യാസ് ആക്കി മാറ്റുന്ന സമയത്ത് അല്ലെ, അതിന്റെ ഫേസ് ചേഞ്ചിന്റെ സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഹീറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയുക. അപ്പൊ നമുക്ക് അതിനെ വെറുതെ പറയാൻ പറ്റില്ല. ഒരു യൂണിറ്റ് മാസ് സബ്സ്റ്റൻസിനെ ഒരു സ്റ്റേറ്റിൽ നിന്നും അടുത്ത സ്റ്റേറ്റിലേക്ക് മാറ്റാൻ ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്, അതിനെയാണ് നമ്മൾ ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയാം. നമ്മൾ അതിനെ എങ്ങനെ എഴുതും? വളരെ സിമ്പിൾ ആണ്. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി, നോക്കുക, ദി എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി required to change the state of unit mass of a substance from സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് മാറ്റാം, അതേപോലെ തന്നെ ലിക്വിഡിൽ നിന്ന് ഗ്യാസിലേക്ക് മാറ്റാം വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഫേസ് ചേഞ്ച് നടക്കുമ്പോൾ ടെമ്പറേച്ചറിൽ ചേഞ്ച് ഉണ്ടാവില്ല. ഇപ്പോൾ വെള്ളം ഐസ് ആവുന്നു, അല്ലെങ്കിൽ ഐസ് വെള്ളമാവുന്നു അല്ലെ, ഐസ് സോളിഡ് ആണ്, വെള്ളം ലിക്വിഡ് ആണ്. അപ്പോൾ സോളിഡ് ലിക്വിഡിലേക്ക് മാറുമ്പോൾ ഐസ് 0 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അത് കംപ്ലീറ്റ്ലി വെള്ളമാവുന്നത് വരെ 0 ഡിഗ്രിയിൽ തന്നെയായിരിക്കും. അതേപോലെ വെള്ളം 100 ഡിഗ്രി സെൽഷ്യസ് ആവുമ്പോഴാണ് സ്റ്റീം ആയിട്ട് മാറുക. സോ അത് കംപ്ലീറ്റ്ലി സ്റ്റീം ആവുന്നത് വരെ അത് 100 ഡിഗ്രി സെൽഷ്യസിൽ തന്നെയായിരിക്കും. അതാണ് നമ്മുടെ ഫേസ് ചേഞ്ചിന്റെ സമയത്ത്. കാരണം അവിടെ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് കംപ്ലീറ്റ്ലി ഉപയോഗിക്കുന്നത് അതിന്റെ ഫേസ് ചേഞ്ചിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഫേസ് ചേഞ്ചിന്റെ ഈ ഒരു ഹീറ്റിനെ നമ്മൾ ലാറ്റന്റ് ഹീറ്റ് എന്നാണ് പറയുക. ഈ ലാറ്റന്റ് ഹീറ്റിന്റെ ഇക്വേഷൻ മനസ്സിലാക്കുക. ലാറ്റന്റ് ഹീറ്റ് ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ്, അഥവാ L ഈസ് ഈക്വൽ ടു അബ്സോർബ് ചെയ്ത ഹീറ്റ് ഡിവൈഡഡ് ബൈ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള മാസ്. അപ്പൊ നമുക്ക് എന്ത് വരും? ദാറ്റ് ഈസ് L ഈസ് ഈക്വൽ ടു Q ബൈ M എന്നാണ് വരിക. ഇനി ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്, നോക്കിക്കേ. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു കൺവേർട്ട് 10 kg ഓഫ് വാട്ടർ അല്ലെ, 10 കിലോഗ്രാം വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 100 ഡിഗ്രി സ്റ്റീമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ലാറ്റന്റ് ഹീറ്റ് എത്ര? അപ്പൊ 10 കിലോഗ്രാമിന്റെ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലെ, 10 കിലോഗ്രാമിന് സ്റ്റീമിലേക്ക് മാറ്റാൻ ആവശ്യമായിട്ടുള്ള ലാറ്റന്റ് ഹീറ്റ്. സോ നമുക്കറിയാം ലാറ്റന്റ് ഹീറ്റിന്റെ ഇക്വേഷൻ ഇസ് Q ബൈ M ആണ് അല്ലെ. അപ്പൊ ഇവിടെ ലാറ്റന്റ് ഹീറ്റ്, എത്ര ഹീറ്റ്, എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് വേണ്ടത് എന്നാണ് ചോദ്യം. ലാറ്റന്റ് ഹീറ്റ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മളോട് ലാറ്റന്റ് ഹീറ്റ് അല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? എത്ര ഹീറ്റ് ആണ് 10 കിലോഗ്രാമിന് ചേഞ്ച് ചെയ്യാൻ വേണ്ടത് എന്നാണ്. അപ്പൊ നമുക്ക് ലാറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, 1 കിലോഗ്രാമിന് ചേഞ്ച് ചെയ്യാനുള്ളതാണ് എന്ത്, ഈ ലാറ്റന്റ് ഹീറ്റ് L എന്ന് പറയുന്ന സാധനം. എത്ര നമുക്ക് തന്നിട്ടുള്ളത്? 22.6 × 10⁵ ഇത് 1 കിലോഗ്രാമിന് മാറ്റാനുള്ളതാണ്. ഇനി എത്രയാണ് നമ്മുടെ മാസ് എന്ന് പറയുന്നത്? 10 കിലോഗ്രാം ആണ്. അപ്പൊ ഇവിടെ നിന്ന് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് Q ആണ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? L × M ചെയ്താൽ മതി. അപ്പൊ L എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടി എത്രയാ? ദാറ്റ് ഈസ് 22.6 × 10⁵ × 10 എന്ന് വരും. അതായത് 22.6 × 10⁶ ജൂൾസ് എന്നാണ് വരിക അല്ലെ. 22.6 × 10⁶ ജൂൾസ് എന്ന് വന്നു. അപ്പൊ 10 കിലോഗ്രാമിന് മാറ്റാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ലാറ്റന്റ് ഹീറ്റ് എന്ന് വെച്ചാൽ എന്താ, ഒരു യൂണിറ്റ് മാസ് അഥവാ 1 കിലോഗ്രാം സബ്സ്റ്റൻസിനെ ഒന്നുമില്ലെങ്കിൽ സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് മാറ്റാൻ, അല്ലെങ്കിൽ ലിക്വിഡിൽ നിന്ന് വേപ്പറിലേക്ക് മാറ്റാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാറ്റന്റ് ഹീറ്റ് എന്ന് വിളിക്കാം. ഇനി ലാറ്റന്റ് ഹീറ്റ് 2 തരത്തിലാണുള്ളത്. ഏതൊക്കെയാ? അതാണ് അടുത്തതായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം. നോക്കിക്കേ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആൻഡ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ അല്ലെ. ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനും ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷന്റെയും വ്യത്യാസം എന്താണ്? അതേപോലെ തന്നെ വൈ ബേൺസ് ഓഫ് സ്റ്റീം ആർ മോർ സീരിയസ് ദാൻ ബോയിലിംഗ് വാട്ടർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ അല്ലെ, നമുക്കറിയാം വാട്ടറിനെ അല്ലെ, വാട്ടർ അഥവാ ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫ്യൂഷൻ എന്ന് പറയാം അല്ലെ, ഫ്രീസിങ് അഥവാ ഫ്യൂഷൻ എന്നാണ് പറയാ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറാൻ, ഇത് യൂണിറ്റ് സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് ആണ്. അപ്പൊ എങ്ങനെ നമ്മൾ എഴുതാം? ദ എമൗണ്ട് ഓഫ് ഹീറ്റ് required to change the state of unit mass of a substance from solid to liquid
അതിനെയാണ് നമ്മൾ ലാറ്റന്റ് ഹീറ്റ് ഓഫ് എന്ത് വിളിക്കുന്നത്, മെൽറ്റിംഗ് അല്ലെങ്കിൽ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് നടക്കുന്നത് എവിടെയായിരിക്കും, മെൽറ്റിംഗ് പോയിന്റിലായിരിക്കും അല്ലെ. ഇപ്പോൾ ഒരു ഐസ് ആണെന്നുണ്ടെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും നടക്കുന്നുണ്ടാവുക. ഇനി ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിനെ എന്താക്കി മാറ്റാൻ, വേപ്പർ ആക്കി മാറ്റുന്ന കേസാണ്. അപ്പോൾ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി നീഡഡ് ടു കൺവേർട്ട് 1 kilogram ഓഫ് ലിക്വിഡ് ടു എന്താണ്, അതിന്റെ വേപ്പർ അറ്റ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്, അതായത് 100 ഡിഗ്രി സെൽഷ്യസിൽ മാറ്റാൻ ആവശ്യമായിട്ടുള്ളത് വെള്ളത്തിന്റെ കേസ് ആണെങ്കിൽ കേട്ടോ. അപ്പൊ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനും ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനും മനസ്സിലാക്കുക. ഇനി എന്തുകൊണ്ടാണ് നമുക്ക് സ്റ്റീമിന്റെ പൊള്ളൽ കൂടുതൽ, അത് ഇവിടെ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് സ്റ്റീമിന്റെ പൊള്ളൽ നമുക്ക് കൂടുതൽ സിവിയർ ആയിട്ട് സാധാ തിളച്ച വെള്ളത്തിനേക്കാൾ, സാധാരണ ബോയിൽ ചെയ്ത ചൂടുവെള്ളം തട്ടുന്നതിനേക്കാൾ കൂടുതലായിട്ട് സിവിയർ പൊള്ളൽ നമുക്ക് എന്തുകൊണ്ടാണ് സ്റ്റീമിന്റെ ഹീറ്റ് കൊണ്ട് ഉണ്ടാവുന്നത് ചോദിക്കും. മനസ്സിലാക്കുക, ബോയിൽ ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുമ്പോൾ വാട്ടറിലാണ് ഇരിക്കുന്നത് അല്ലേ. സ്റ്റീം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്ന ക്വാണ്ടിറ്റി എല്ലാം അല്ലെ സ്റ്റീമിൽ, അതായത് ആ കൺവേർഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ആണ് അവിടെ ഉള്ളത്. അപ്പൊ മനസ്സിലാക്കുക, ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഇസ് വെരി ഹൈ. അപ്പോൾ നമ്മൾ അവിടെ കൊടുക്കുന്ന ഹീറ്റ് എല്ലാം സ്റ്റീം ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റീമിൽ നിറയെ ഹീറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഹീറ്റ് എനർജി അവിടെ കൂടുതലായിരിക്കും. അപ്പോൾ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ കൂടുതലായതുകൊണ്ടാണ് എന്നാണ് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ലാറ്റന്റ് ഹീറ്റ് എന്താണ്, അതിൻ്റെ ഇക്വേഷൻ എന്താണ്, അതിൽ നിന്ന് വരുന്ന പ്രോബ്ലം എങ്ങനെയാണ്, ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ആൻഡ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് എന്താണ്, നമ്മളുടെ ഫ്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക എന്താണ് സംഭവം എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഇത് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് എന്ത് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് കറക്റ്റ് ആയിട്ട് നമ്മുടെ ലൈവുകൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്